ഞാൻ ഈ അടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞായിരുന്നു മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം. പൂർണ്ണമായി പറയാൻ പറ്റില്ല, കാരണം എല്ലാം ജോൺ സ്പെസിഫിക് ആയ സിനിമകളാണ്, ഫോർമുലയുള്ള സിനിമകളാണ്. പക്ഷെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നതും ഇപ്പോൾ തിയേറ്റർ റണ്ണോ അല്ലെങ്കിൽ ആളുകളുടെ സ്വീകാര്യത കണ്ട് അങ്ങനെ മനസ്സിലാക്കുന്നത്. അതൊന്നുകൂടി എലോബറേറ്റ് സംസാരിക്കുക. എന്താ ഇത് ഇപ്പോൾ ഈ 86-87 കാലഘട്ടം പോലെ സുവർണ്ണകാലം അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ വലിയ കാര്യം. പിന്നെ നമ്പർ ഓഫ് ഫിലിംസ് ഭയങ്കര റേഷ്യോ നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. ആവറേജ് എല്ലാ വീക്കിലും ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്കൊന്ന് ഭയങ്കര ഹൈ ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തന്നെ റേഷ്യോ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. സക്സസ് ഫെയിലിയർ ക്വാളിറ്റി വ്യത്യാസം, ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലും ആ ക്വാളിറ്റീനെ പലപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ സിനിമകളുണ്ട് അതിനിടയിൽ വരുന്ന പല സിനിമകൾ. അപ്പോൾ ഈ പറഞ്ഞ മേജർ മെയിൻ സ്ട്രീം സിനിമകൾ അല്ലെങ്കിൽ മേജർ വലിയ വലിയ ബാനറിന്റെയും മെയിൻ സ്ട്രീം സിനിമകൾ ഒഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു സിനിമകളിൽ വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഓടിയ സിനിമകളൊക്കെ വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ബാനറിനും പ്രൊഡക്ഷൻ ഹൗസസ് നിന്നും ഉണ്ടായിട്ടുള്ള സിനിമകൾ ആണ് ഏതെങ്കിലും രീതിയിൽ, അല്ലെ? ഭാവന സ്റ്റുഡിയോസ്, പറവാർ പിക്ചേഴ്സ്, അല്ലെങ്കിൽ എല്ലാം മമ്മൂട്ടി കമ്പനി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഹൈപ്പും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അത്തരം സിനിമകൾ. നമ്മളിപ്പോ കുഞ്ഞു സിനിമകളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല, ആൾക്കാരിലോട്ട് എത്തുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് ഒരു അവസ്ഥയാണ്. കാരണം ഇന്നിപ്പോ ഗഗനചാരിയുടെ കേസ് പറഞ്ഞ പോലെ, ഗഗനചാരി എന്നുള്ള സിനിമ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഇപ്പൊ ഞാൻ അറിയുന്നത്, ഇന്ന് റിലീസായെന്ന് അറിയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അത് എത്തിയിട്ടില്ല സിനിമ ആൾക്കാരിലേക്കൊന്നും. അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്നും അതിനെ കുറിച്ചൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പം വലിയ വലിയ സിനിമകളും അല്ലെങ്കിൽ എല്ലാവരും വലിയ വലിയ സിനിമകളുടെ പുറകെയാണ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു സിനിമകളും ആൾക്കാര് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് എനിക്കൊന്നും ആ രീതിയിലുള്ള മാർക്കറ്റിംഗ്, ബിക്കോസ് വലിയ വലിയ ആക്ടേഴ്സ് വരുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് വരുന്നു. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി, ബിക്കോസ് അതിനനുസരിച്ചുള്ള ഫണ്ടിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ വ്യത്യാസമുണ്ട്. തിയേറ്റർ ഹോൾഡ് ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടം നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ അതൊരു പീരീഡ് ഓഫ് ഒരു സമയം, അല്ലെങ്കിൽ ഒരു എറാ എന്നൊക്കെ പറയുന്നത് ഇത്രയും വർഷങ്ങൾ, അല്ലെങ്കിൽ 80s എന്നല്ലേ നമ്മൾ പറയണം, അല്ലേ? ഇപ്പൊ അങ്ങനെ പറയാനായിട്ടില്ല. ഇതൊരു 3 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ബൂമാണ്. അപ്പം ഇനിയിപ്പം ഫോളോയിങ് മന്ത്സ് ശ്രീധരൻ ഒന്നാം തിരുമുറു കഴിഞ്ഞിട്ടാണ് നാടോടിക്കാറ്റ് ഇറങ്ങുന്നത്. അത് ആ ഭാഗ ശരിക്കും പറഞ്ഞാൽ ഡിപ്പാ. പക്ഷെ നാടോടിക്കാറ്റ് ഇറങ്ങിയപ്പോ ഭയങ്കരമായിട്ട് പടം കയറി കൊടുത്തി. പക്ഷെ അന്ന് അതുപോലെ തന്നെ പടങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കുന്നില്ല. എന്ന് വെച്ചാല് ഒരു പടം ഇറങ്ങി കൃത്യമായിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ തന്നെ ഇപ്പൊ അന്നത്തെ തുമാനത്തുമ്പിളൊന്നും വലിയ ബ്ലോക്ക് ബസ്റ്റർ അല്ല. കുറച്ചൊരു സ്പേസ് കൊടുത്ത പടത്തിന് ആള് വരാനുള്ള ഒരു ടൈം തിയേറ്ററുകാരും കൊടുക്കണം. അപ്പോഴേക്കും എന്റെ മിനിമം കളക്ഷൻ ഹോൾഡ് ചെയ്തില്ലാന്ന് പറഞ്ഞിട്ട് അവരും അപ്പൊ അടുത്ത പടത്തിനെ കയറ്റുകയാണ്. കാരണം മിനിമം ഗ്യാരണ്ടി ഇല്ല, എന്നുണ്ടെങ്കിൽ ഇത്രയും % ആയില്ല, അല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആയെന്ന് പറഞ്ഞിട്ട് അവരൊന്ന് മാറ്റുകയാണ്. അപ്പൊ അത് എല്ലാ ഭാഗത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഗഗനാചാരി കണ്ടു നിങ്ങൾ നല്ല അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലും ആൾക്കാരത് വിഷ്ണു പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 10 പേര് കയറും. ആ 10 പിന്നെ 100 ആക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു സ്പേസും കാര്യങ്ങളും എല്ലാം കൂടി ഇരിക്കുമ്പോഴാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മഞ്ഞുമൽ ബോയ്സും ആവേശവും അതുപോലെ തന്നെ വലിയ ബാനറിന്റെ സിനിമകളല്ലാതെ ഇപ്പൊ ഏറ്റവും അഞ്ചക്കള്ള പോക്കനാണ് എനിക്ക് അടുത്ത കാലത്ത് കുറച്ചെങ്കിലും തിയേറ്റർ ഹോൾഡ് ചെയ്തൊരു സിനിമ എനിക്ക് തോന്നിയത്. നമ്മള് ഒരു ചെമ്പൻചാറിന്റെ പടം തന്നെ ലുക്കും അഭിനയിച്ചു, ആ പടം നന്നായിട്ട് പോയി. അതുപോലെ തന്നെ ഒരു 8-10 പടം നന്നായി കഴിയുമ്പോൾ ആ റേഞ്ചിലുള്ള സിനിമകൾ ഒരുപാട് വരും. ബാക്കിയുള്ളതൊക്കെ ഹൈ റേഞ്ച് സിനിമകളാണ്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ബഡ്ജറ്റ് കൂടുതലാണ്. പ്രേമലും നെസ്റ്റിലും വെച്ച് നോക്കുമ്പോൾ അതുമ്പോൾ അല്ലെ മനുഷ്യത്തിനുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ വേർഡ് ഓഫ് മൗത്ത് കൊണ്ടൊരു സിനിമ കയറി വരുമ്പോഴേക്ക്, വേർഡ് ഓഫ് മൗത്ത് കൊണ്ടൊരു സിനിമ ഇന്നിപ്പോ ഗഗനചാരിനെ പറ്റി നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുപേർ അതിനെ പറ്റി പറയുമ്പോൾ അതൊന്ന് കയറി വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് എത്തുമ്പോഴേക്ക് ഒരു 5-6 റിലീസ് വരും. നെക്സ്റ്റ് വീക്ക് നമ്മളെ സിനിമയുണ്ട്, അതിനോടൊപ്പം കൽക്കി വരുന്നു. അപ്പൊ ഇന്ന് 21-ാം തീയതി ഈ സിനിമ വരുമ്പോഴേക്ക് നെക്സ്റ്റ് വീക്ക് ആ സിനിമ ഇല്ല തിയേറ്ററിൽ. അപ്പം ഈ വീക്ക് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് കയറിയാലും നെക്സ്റ്റ് വീക്ക് ആ സിനിമ തിയേറ്ററിൽ ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പം റൈറ്റ് ടൈമിൽ നമ്മുടെ സിനിമയിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റൈറ്റ് റിലീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏത് സമയത്ത് അതിനെ ഫോളോ, അങ്ങനെ പേടിച്ച് പല സിനിമകളും മാറി പോയിട്ട് നമ്മൾ റോങ് റിലീസിൽ പോയി പെടുന്ന സിനിമകളുണ്ട്. തെറ്റായ സമയത്ത് പോയി നമ്മൾ റിലീസ് ചെയ്യേണ്ടി വരുന്നു. അപ്പം ഇന്നിപ്പോ ഗഗനചാരി ഇറങ്ങിയ അഭിപ്രായമുണ്ട്. പക്ഷെ അടുത്ത ആഴ്ച എത്ര തിയേറ്ററിൽ അത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് കൽക്കി വരുമ്പോൾ അന്യ സിനിമ അല്ലെങ്കിൽ അന്യഭാഷ സിനിമ വരുന്ന സമയത്ത് അതുപോലത്തെ ഒരു വലിയ സിനിമ വരുമ്പോൾ എല്ലാവരും അതിന്റെ പുറകെ പോകും. പാർട്ട്നേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിലേ ധ്യാൻ ചേട്ടാ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആദ്യം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ആക്ടേഴ്സ് അല്ലേ? ഈ കാണുന്ന സിനിമകളെല്ലാം ചെയ്യുമ്പോൾ അതൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സ്
തയ്യാറാവണമല്ലോ. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യാലല്ലേ സിനിമകൾ കുറച്ച് മാത്രം റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ കൂടുതൽ സിനിമകൾ ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ സിനിമകളെല്ലാം തിയേറ്ററിൽ എത്തണ്ടേ. നിങ്ങൾ ചൂസ് ചെയ്യാലല്ലേ ഈ പറഞ്ഞ പോലെ സ്പേസ് കിട്ടുള്ളൂ. ഓ ഞാൻ അത് എന്നോട് മാത്രം പറഞ്ഞാൽ ആക്ടേഴ്സിന്റെ കാര്യം പറയണ്ട. ഡിസിഷൻ മേക്കിംഗ് ആക്ടേഴ്സിന്റെ അല്ലോ. ഒരു കഥയുണ്ടായി, അതൊരു പ്രൊഡ്യൂസർ വന്നു, ഒരു ഡയറക്ടർ ഉണ്ടായി, അതിനുശേഷം വരുന്ന ഒരു എലിമെന്റ് ആണ് ആക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരുപാട് കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ ഞാനോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അത്രയും സിനിമ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്രയും സിനിമകൾ വരുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു ഡിസിഷനാണ്. നമ്മൾ ഡിസൈഡ് ചെയ്തത് ഞാൻ എന്തൊരു സിനിമ ചെയ്യുന്നു തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സിനിമകൾ വരുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റി തട്ടിക്കളയണോ അത് ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ വേറൊരാളെ ചെയ്യും. സിനിമയുടെ മാജിക് അതാണ്. അപ്പം ഈ ചെയ്യുന്ന സിനിമകളെല്ലാം തിയേറ്ററിൽ എത്തിക്കണ്ടേ? ഡെഫിനറ്റ്ലി. അല്ല, ഞാൻ പറഞ്ഞത് അതൊരു നമുക്കൊരു ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ ആരെങ്കിലും ഡിസിഷൻ എടുത്ത് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണം. അത് സംഭവിക്കുമായിരിക്കും, സംഭവിക്കില്ലായിരിക്കും ഇന്നത്തെ കാലത്ത്. പക്ഷെ ചിലപ്പോൾ അതിനൊക്കെ പല സ്പേസുകളും ഉണ്ടായിരിക്കും. ഇപ്പോൾ 150ഓളം സിനിമകൾ എക്കാലത്ത് നമ്മൾ പറയുമ്പോൾ മലയാള സിനിമയിൽ ഇത്ര ഹിറ്റുകൾ കഴിഞ്ഞ വർഷം 5 ഹിറ്റ് ഉണ്ടായിരുന്നത്, അല്ലെ 10 ഹിറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്റെ ചെറുപ്പകാലം മുതൽ ഞാൻ സിനിമ കാണുന്ന സമയത്ത് അന്നും കേട്ടിട്ടുള്ളതാണ് ആകെ ഈ വർഷം പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടായ സിനിമ ഇത്ര സിനിമകൾ മാത്രമേ ഉള്ളൂ. അതെപ്പോഴും ആ റേഷ്യോ 10 to 20% നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ സിനിമകൾ വരും ഡെഫിനറ്റ്ലി. കാരണം അതിന്റെ ഒരു ബിഗർ പിക്ചർ എന്ന് പറയുന്നത് അതിനേക്കാൾ ഒത്തിരി വലുതാണ്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഇത്ര കോടികൾ കളക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് പേര് അട്രാക്റ്റഡ് ആയിട്ട് അതിലേക്ക് വരും. ഇപ്പൊ സിനിമയിലേക്ക് നമ്മൾ ആക്ടേഴ്സ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും അതിലൊരു ഭയങ്കര റോസി പിക്ചർ കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അത്രയും പേർക്കുള്ള സ്പേസ് പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കില്ല. അത്രയും പേർക്ക് വളരെയധികം സ്ട്രഗിളും ഫേസ് ചെയ്യേണ്ടി വരികയാണ്. ഇതൊന്നും നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നു. അത് ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുമെങ്കിൽ അത് അങ്ങനെ വർക്കൗട്ട് ആവും. ചിലത് വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവും.